Hi dears, welcome to Ashbicreations. This is a beautiful neck embroidery design. Very simple easy design. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് റൗണ്ട്സ് ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിറയെ ബുള്ളിയൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സിൽക്ക് ത്രെഡും കട്ട് ബീഡ്സും ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനർ കുർത്തി നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതൊരു എയർലൈൻ കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നെക്ക് എംബ്രോയിഡറി ആണ് കേട്ടോ. അപ്പോൾ ഇത് സിൽക്ക് ത്രെഡാണ്. സിൽക്ക് ത്രെഡ് ഞാനൊരു 8 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഈ റൗണ്ട്സ് ഉള്ള ഭാഗത്തൊക്കെ നമ്മൾ ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം 2 പെറ്റൽസ് എടുത്തിട്ടുണ്ട്. 2 പെറ്റൽസും ഞാൻ ഒരു 7 ടൈംസിലാണ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ത്രെഡ് കേട്ടോ. പിന്നെ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു പെറ്റിൽ അത് ഞാനൊരു 12 ടൈംസ് അല്ലെങ്കിൽ 13 ടൈംസ് നമുക്ക് എടുക്കാം. ചെറിയൊരു ബുള്ളിയൻ സ്റ്റിച്ച് ആണ് ചെയ്ത് കൊടുക്കുന്നത്, ബുള്ളിയൻ ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പെറ്റലിന് ഫ്ലവർ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സ്ലീവ് എംബ്രോയിഡറി ഡിസൈൻ ഞാൻ അച്ചൂസ് ഡിസൈൻ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കുക. ഞാനിതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണത്. ഈ നെക്ക് ഡിസൈനിനേക്കാൾ ഒത്തിരി വ്യത്യാസമുണ്ട് ആ ഒരു സ്ലീവ് എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കണേ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സ്ലീവ് എംബ്രോയിഡറി ഡിസൈനും കൂടിയാണത്. അപ്പോൾ ഇതുപോലെ പെറ്റൽസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് പെറ്റൽ ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത പെറ്റലിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ലാസ്റ്റ് പെറ്റൽ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ബുള്ളിയൻ സ്റ്റിച്ചും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തൊക്കെ ഞാൻ കുറച്ച് റിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ പെറ്റൽസായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം ചെയ്തു, ഇനി കുറച്ച് മാറി അടുത്തത് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മാറ്റി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്തൊക്കെ നിറയെ ഈ ഒരു കളറിലെ കട്ട് ബീഡ്സാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആൻറ്റിക് സിൽവർ കളറിലെ കട്ട് ബീഡ്സാണ്. ഇതുപോലെ കുറച്ച് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ള എംബ്രോയിഡറി ഡിസൈനാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിക്കായിട്ട് ചെയ്ത് കൊടുക്കാം. തിക്കായിട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് ടൈമും കൂടെ നമ്മൾ എടുക്കേണ്ടി വരും. ഇത് വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണിത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് അതിനകത്ത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ പാറ്റേൺ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും വരച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പത്തിലുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് പാറ്റേൺസ് ഒന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നൊക്കെ വർക്ക് ചെയ്ത് കിട്ടുന്നവർ ഒന്ന് പെട്ടെന്നൊന്ന് ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഈസി എംബ്രോയിഡറി ഡിസൈനാണ്. ബുള്ളിയൻ സ്റ്റിച്ചും റിങ്ങോട്ട് സ്റ്റിച്ചും പിന്നെ കട്ട് ബീഡ്സും മാത്രമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബോർഡർ ഭാഗം ഈ നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബോർഡർ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ സ്ലീവ് എംബ്രോയിഡറി ഡിസൈനും കൂടെ മറക്കാതെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.